ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തുടങ്ങി ചെറിയൊരു ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഉച്ച കഴിഞ്ഞാണ് കുട്ടികൾക്ക് മദ്രസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്, ജിമ്മിൽ പോയേക്കുവാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വെറുതെ ഒന്ന് തുടച്ചെടുക്കലുള്ളൂ, അല്ലാതെ എല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തിട്ട് കുറച്ചായി. ഇതേപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നിട്ട് അതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് വാരി ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങൾ തിരിച്ച് എടുത്ത് വെച്ച് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പുറവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടാണ്. അപ്പോഴാണ് നമ്മളുടെ സവാളയും കാര്യങ്ങളൊക്കെ ഇടുന്ന ബാസ്ക്കറ്റ് ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തൊന്ന് വാഷ് ചെയ്ത് അതും ഒന്ന് നീറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫും എല്ലാം ഒന്ന് മാറ്റി എല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് അടക്കി പറക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ താഴെയൊക്കെ നല്ല കച്ചറയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഡീപ്പായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്തു. കിച്ചണിൽ ഓവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-5 ദിവസം കൂടുമ്പോൾ ഞാൻ വാഷ് ചെയ്തെടുക്കാറുണ്ട്. ഇവിടുത്തെ ടൈലാണെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് അഴുക്ക് എടുത്തറിയുന്ന ടൈലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. അത് നേരത്തെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേക്ക അങ്ങനെ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ തലേ ദിവസത്തെ ചക്ക ഉലത്തിയതും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കിളീനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഹാസിമിനെയും കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവനെയും റെഡിയാക്കിയതാണ്. അപ്പോൾ ഹാസിമിനോട് പറഞ്ഞ് ഹാസിമിനെ കൊണ്ടുപോകണില്ല, നീ വീട്ടിൽ തന്നെ നിന്നോ, ഞങ്ങൾ മാത്രമേ പോകണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആളങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ടാ. അങ്ങനെ അവസാനം എല്ലാവരും കൂടി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് അത്യാവശ്യം കിളികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ലോറിയെന്നും പറഞ്ഞിട്ടൊരു പുതിയ ടൈപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഹംദാൻ കുറേ നാളായി കട പുറകെ നടക്കണം. എനിക്ക് കിളീനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവരിങ്ങനെ പറയണ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാണ്. അങ്ങനെയാണ് ഈ ഒരു കിളിയുടെ കളറും കാര്യങ്ങളൊക്കെ കണ്ടത്. ഒരു ബ്ലൂവും ഗ്രീനും റെഡും കൂടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിനെ കാണാനായിട്ട്. ഒരു 2 മാസം ഒക്കെ ആയ ഒരു ചെറുതിനെയാണ് കേട്ടോ അവർ വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ അവർ പോയപ്പോഴത്തേനും ബാക്കി എല്ലായിടും ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടാ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പേളി മാണിയുടെ ടൊമാറ്റോ റൈസാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. നല്ല ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിന് കറി കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഞായറാഴ്ചകളിലൊക്കെ പൊതുവേ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിച്ചണിൽ കയറാനൊരു മടിയായിരിക്കും. എന്നാൽ എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും വേണം എന്നുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു 1 പോട്ട് ഡിഷാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് കേട്ടോ നമ്മളുടെ ലോറി ബേർഡ്. ഇതിന് ഹാൻഡ് ഫീഡിങ് ഒക്കെയാണ്. അപ്പോൾ നന്നായിട്ട് നോക്കണം കേട്ടോ. 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഹാസിം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് ആളെ മാനേജ് ചെയ്യൽ. ഹംദാനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അവൻ നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. അപ്പോൾ അത് ഒരുപാട് ചിറകോ കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞാണ്. അപ്പോൾ അതിനെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ടൊമാറ്റോ റൈസിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓയിലും നെയ്യും കൂടിയാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അതിലേക്ക് എല്ലാ സ്പൈസസും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നട്ട്സും പിന്നെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഫ്രോസണോ അല്ലെങ്കിൽ വേവിച്ചതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ വേണ്ടത് മല്ലിയില, പുതിനയില, പിന്നെ തക്കാളി കുറച്ച് കൂടുതൽ വേണം. ഞാനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 4 തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊടികളെല്ലാം വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 3 ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു 2-3 മിനിറ്റ്സ്. എന്നിട്ട് അതിന് ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ അതിന് സെറ്റായിട്ട് വരും. മല്ലിയിലയും പുതിനയിലയും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് പുതിനയില അങ്ങനെ നൈബറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി അത് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ പൊടികളൊക്കെ ഇടുമല്ലോ, മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ മല്ലിയിലയും പുതിനയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ സർവ് ചെയ്തതും ഫുഡ് കഴിച്ച വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം പിള്ളേർക്ക് ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ 2:15 ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഫുഡ് കഴിച്ചു. പിള്ളേരെ മദ്രസയിലേക്ക് വിട്ടിട്ട് ഞാൻ ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാ ഫിലിമൊന്നും കാണലൊന്നുമില്ല. പിന്നെ നല്ല ഫിലിമാണെന്ന് പറയുന്ന സംഭവങ്ങൾ
ഒറ്റയ്ക്ക് അങ്ങനെ വന്ന് കാണലാണ് കേട്ടോ. ആസിം എന്തായാലും തിയേറ്ററിൽ ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ വരാറ്. ഒന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരും, അല്ലെങ്കിൽ ഇക്ക പിള്ളേരെയും കൊണ്ട് ഒരുമിച്ച് വരും. അപ്പം ഞാനും ആസിമും വീട്ടിലിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ തുടരും എന്നുള്ള മൂവിയാണ് കാണാൻ വന്നത്. ഞാൻ വന്നിരുന്ന സമയത്ത് ഇവിടെ ആരുമില്ല കേട്ടോ. ഞാൻ ടാക്സിക്കാണ് വന്നത്. ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ എത്തിയതെങ്കിലും ആരും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ആളായിരുന്നു. നല്ല മൂവിയായിരുന്നു കേട്ടോ. കുറച്ച് വിഷമമായിരുന്നു. ഞാനൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ പോയത്. പക്ഷേ കംപ്ലീറ്റ്ലി അങ്ങനെ അല്ലായിരുന്നു. പിന്നെ നല്ലൊരു ത്രില്ലിങ് മൂവി തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. പിന്നെ രാത്രി ഇതേ സൺഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് തന്നെ ലുലു വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഡോണർ ഇസ്താംബുൾ എന്നും പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അത്യാവശ്യം ടൈം വെയിറ്റിംഗ് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അകത്തെ ആംബിയൻസ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇരിക്കാൻ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. അത്രയും നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഹാസിമിനായിട്ട് ക്യൂ നിൽക്കലൊരു ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ്. പിന്നെ ക്യൂ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ പുറത്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അറേബ്യൻ തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പിള്ളേർ അപ്പോൾ 2 മൊയ്റ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ വന്നു. പിന്നെ തുർക്കിഷ് ബ്രെഡും ഹമ്മൂസും ആയിരുന്നു കേട്ടോ ആദ്യം കൊണ്ടുവന്ന് വെച്ചത്. നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് അവരുടെ കുറച്ച് സിഗ്നേച്ചർ റെസിപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതെല്ലാം തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഫസ്റ്റ് പറഞ്ഞത് മട്ടൻ്റെ ഒരു ഐറ്റം ആണ് കേട്ടോ. സെൻറ്ററിലായിട്ട് മട്ടൻ്റെ അതേ ഒരു മസാലയും സൈഡിലായിട്ട് നമ്മുടെ മുത്തബ്ബലുണ്ടല്ലോ അതുമായിരിക്കും കേട്ടോ. അതേ ഒരു തുർക്കിഷ് ബ്രെഡ് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഇതൊരു മേത്തി കബാബ് എന്നും പറഞ്ഞിട്ട് ഈ കബാബ് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ചീസി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. എന്നാലും ഒരു തവണയെങ്കിലും അവിടെ നിന്ന് കഴിക്കേണ്ടതാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മളൊരു പ്ലേറ്ററും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കബാബിൻ്റെ. മട്ടനും ചിക്കനും ബീഫും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഹാഫ് പ്ലേറ്ററാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ച് തൊട്ടടുത്ത് തന്നെ മെക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം നിർബന്ധമാണല്ലോ. അങ്ങനെ എല്ലാവർക്കും കൂടി ഐസ്ക്രീമൊക്കെ വാങ്ങി എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. ഹാസിമിന് അങ്ങനെ ചില ഐസ്ക്രീമുകളൊന്നും അങ്ങനെ പിടിക്കാറില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഒരു ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾ ഫുള്ള് കഴിച്ച് തീർത്ത് ലാസ്റ്റ് ഞാൻ കഴിച്ചിട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിലിരുന്ന് എൻ്റെ ഐസ്ക്രീമും കൂടി അവൻ അടിച്ച് മാറ്റിയിട്ടാണ്. എനിക്ക് സൺഡേ രാത്രി പുറത്ത് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. കാരണം പിറ്റേ ദിവസം സ്കൂളുണ്ട്, പിള്ളേരെ ഡ്രസ്സ് അയൺ ചെയ്യണം, ബുക്സും കാര്യങ്ങളൊന്നും ഇവർ ചിലപ്പോൾ എടുത്തു വച്ചിട്ടുണ്ടാവില്ല. ചെന്നിട്ട് അത് എടുത്തു വെക്കണം, ലഞ്ച് ബോക്സിലേക്ക് എന്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാറ്റർഡേ നൈറ്റാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടം കേട്ടോ. പിന്നെ സിനിമയ്ക്കും പോയി വന്നിട്ട് ഞാൻ ടയേർഡായിരുന്നു. പിന്നെ പിള്ളേർ മദ്രസ കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 11 മണിയോടുകൂടി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഞാൻ കുറച്ച് കൂടുതൽ റൈസ് ഉണ്ടാക്കിയത് കൊണ്ട് സമാധാനമുണ്ട് രാവിലത്തേക്ക് കൊടുത്തയക്കാനായിട്ട്. അങ്ങനെ രാവിലെ ഇത് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് കേട്ടോ. സ്നാക്സായിട്ട് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോണറ്റ്സും നട്ട്സ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് സ്നാക്സ് ബോക്സ് റെഡിയാക്കി. പിന്നെ ലഞ്ചിന് നമ്മൾ ടൊമാറ്റോ റൈസും കുറച്ച് പ്രോൺസ് ഓൾറെഡി ഈ ടൊമാറ്റോ റൈസിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് രാവിലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസിൻ്റെ അകത്ത് പ്രോൺസ് ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഫ്രൈ ചെയ്ത പ്രോൺസ് മുകളിൽ കാണുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന റൈസ് ഞാൻ രാത്രി പുറത്ത് പോയി വന്ന ഉടനെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പം എന്നിട്ട് ഓവനിലൊരു 3 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കി എടുത്തതാണ്. പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലെക്സും പാലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ അത്യാവശ്യം ഉറങ്ങിയത് കൊണ്ട് തന്നെ രാത്രി വന്ന ഉടനെ ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെപ്പിച്ചിട്ടാണ് കേട്ടോ കിടത്തിയത്. അതല്ലെങ്കിൽ രാവിലെ എല്ലാം കൂടിയിട്ട് ആകെ ഒരു ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പിള്ളേരെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തിടും.
എന്നിട്ടാണ് കേട്ടോ പിള്ളേർ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്ന ഒരു 5:15 ആകുമ്പോഴാണ്. രാവിലെ ഇപ്പം നേരം വിളിക്കൂട്ടോ, പുറത്ത് ഇരുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർക്കാതെ ആദ്യം ഇവർക്ക് ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ അടച്ചത്. പിന്നെയാണ് ഓർത്തത് റൈസാണല്ലോ എന്ന്. പിന്നെയും അത് തുറന്ന് ഫോർക്കൊക്കെ മാറ്റി ഞാൻ സ്പൂണൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ കുട്ടികളും ഫുഡൊക്കെ കഴിച്ചതേ ഇറങ്ങാറായിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കുക്കിങ്ങും ഫിലിം കാണലും ഡിന്നർ നൈറ്റൊക്കെ ആയിട്ടൊരു സൺഡേ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു റിങ്സ് എൻ്റെ വലിയൊരു പാക്കറ്റ് ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിള്ളേരെക്കാൾ ഇഷ്ടമാണ് കേട്ടോ എനിക്കത്. അപ്പോൾ അത് ബസ്സിലൊക്കെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഒരു പാക്കറ്റ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.